നവംബറിൽ ആലപ്പുഴയിലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപത്തിലായിരുന്നില്ല. വായ തുറക്കില്ല, കണ്ണുകൾ സ്ഥാനത്തല്ല, അവ തുറക്കുന്നില്ല, ഹൃദയത്തിന് ദ്വാരം, ജനനേന്ദ്രിയത്തിനും കാര്യമായ വൈകല്യം, കൈയും കാലും വളഞ്ഞാണ്, ചെവി കേൾക്കുന്നില്ല, അതും സ്ഥാനത്തല്ല, മലർത്തി കിടത്തിയാൽ നാക്ക് ഉള്ളിലേക്ക് പോകും. ഈ തകരാറുകൾ പ്രസവശേഷമാണ് മനസ്സിലായത്. എന്നാൽ യുവതിക്ക് കൃത്യമായി ചികിത്സ നൽകിയിരുന്നുവെന്നാണ് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷേർലി പറയുന്നത്. സങ്കീർണാവസ്ഥ യുവതിയുടെ ഭർത്താവിനെ അറിയിച്ചിരുന്നു. കൃത്യമായ ഇടവേളകളിൽ സ്കാനിങ്ങിനും നിർദ്ദേശിച്ചുവെന്ന് ഡോക്ടർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇല്ല, നമുക്കിവിടെ ഹോസ്പിറ്റലിൽ സ്കാൻ റേഡിയോളജിസ്റ്റ് ഇല്ല. അപ്പൊ റേഡിയോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രകാരം പുറത്ത് ഈ സംഘ സ്കാനുമായിട്ടാണ് നമുക്ക് ടൈപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിടുന്നത്. ക്ലിനിക്കലി സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞിന്റെ വൈകല്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സ്കാനിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. സ്കാനിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. 7-ാം മാസത്തിലെ സ്കാനിങ്ങിന് ശേഷം ഫ്ലൂയിഡ് കൂടുന്നതായി കണ്ടെത്തി. പിന്നീട് കൂടുന്നത് കണ്ടാണ് അഡ്മിറ്റ് ആകാൻ നിർദ്ദേശിച്ചത്. അടുത്ത സ്കാനിംഗ് കഴിഞ്ഞതോടെ വ്യക്തിപരമായ ആവശ്യത്തിന് അവധിയെടുത്തു. തുടർന്ന് മറ്റൊരു ഡോക്ടർ പരിശോധിക്കുകയും സങ്കീർണാവസ്ഥ പരിഗണിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നെന്ന് ഡോക്ടർ ഷേർലി പറയുന്നു. എന്നാൽ സ്കാനിങ്ങിൽ കുട്ടിക്ക് വൈകല്യങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ശങ്കേഴ്സ് ലാബിന്റെ വാദം. 2D സ്കാനിംഗ് ചെയ്തപ്പോൾ സുറുമിക്ക് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു. മറ്റു കുഴപ്പങ്ങളില്ലായിരുന്നുവെന്നും ലാബ് അധികൃതർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ സാറ് സ്കാൻ ചെയ്തു. സ്കാനിൻ്റെ അകത്ത് കുട്ടിയുടെ ഗ്രോത്തൊക്കെ കറക്റ്റായിരുന്നു. ആക്ച്വലി ഇതിനെപ്പറ്റി വേണമെങ്കിൽ നമുക്ക് അടുത്ത ലെവൽ ഓഫ് ടെസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോസിബിൾ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ പറയുന്ന ഒരു ടെസ്റ്റാണ് ഈ മോളിക്കുലാർ ഡിറ്റക്ഷൻ ഉണ്ട്, അനിപ്ലോയിഡി മോളിക്കുലാർ ഡിറ്റക്ഷൻ. അതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ കണ്ടുപിടിക്കാൻ പറ്റേണ്ടതാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.